ഇപ്പോൾ കേരളത്തിൽ അദാനി ഇൻവെസ്റ്റ് ചെയ്യുന്നു, ആന്ധ്രയിൽ ഗൂഗിൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, തമിഴ്നാട്ടിൽ ഹ്യുണ്ടൈ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള കുറേ ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കഥയൊക്കെ നമുക്കിങ്ങനെ ഈ അടുത്ത കാലത്ത് കേൾക്കാൻ പറ്റും. അപ്പോൾ ശരിക്കും അതിൻ്റെ ഗുണം അവിടെയുള്ള ജനങ്ങൾക്ക് കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ പുതിയ ജോബൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ, അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഉദാഹരണത്തിന് തമിഴ്നാടിന് എടുക്കാം. തമിഴ്നാടിൻ്റെ കേസിൽ ഈ അടുത്ത കാലത്ത് ഹ്യുണ്ടൈ ഇൻവെസ്റ്റ് ചെയ്തു, ഫോർഡ് ഇൻവെസ്റ്റ് ചെയ്തു, ഫോക്സ്കോൺ ഇല്ലേ ഈ ആപ്പിളിൻ്റെ ഒക്കെ ഐഫോൺ ഉണ്ടാക്കണ ആ കമ്പനി ഇൻവെസ്റ്റ് ചെയ്തു. കഴിഞ്ഞ 4-5 വർഷമായിട്ട് 2021 മുതൽ 2025 വരെയുള്ള കണക്കിനനുസരിച്ച് തമിഴ്നാട്ടിൽ പ്രോമിസ് ചെയ്തത് പറഞ്ഞത് 6.8 ലക്ഷം കോടി രൂപേൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നതാണ്. പക്ഷെ ശരിക്കും വന്നത് എത്രയെന്നറിയോ? 1.5 ലക്ഷം കോടിയാണ്. പക്ഷെ 1.5 ലക്ഷം കോടി വന്നല്ലോ എന്ന് നമുക്ക് പറയാം. പക്ഷെ അതിൻ്റെ ഒരു ഗുണം ഇപ്പം നേരത്തെ പറഞ്ഞ അതൊരു ജോബൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ അത് ഹെൽപ്ഫുള്ളായോ ചോദിച്ചു കഴിഞ്ഞാൽ കണക്കുകൾ പറയുന്നത് എന്താണെന്നറിയോ? 1 കോടിക്ക് 1 ജോബേ ക്രിയേറ്റ് ചെയ്തുള്ളൂ. അപ്പോൾ 1.5 ലക്ഷം കോടി ഇൻവെസ്റ്റ്മെൻറ്റിൽ 1.5 ലക്ഷം ജോബേ ക്രിയേറ്റ് ചെയ്തുള്ളൂ. നമ്മുടെ വർഷാവർഷം എത്ര ലക്ഷക്കണക്കിന് പേരാണ് പഠിച്ചിറങ്ങണത്. അപ്പം ദിസ് ഈസ് നോട്ട് ഇനഫ് എന്നേ പറയാൻ പറ്റും. ശരിക്കും നമ്മുടെ നാട്ടിൽ എന്ത് വേണം? MSME, മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസുകൾ. ഇപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് ഏതെങ്കിലും ഒരു ചെറിയൊരു മാനുഫാക്ചറിങ് യൂണിറ്റ്, ഒരു 20-30 ലക്ഷം രൂപേൻ്റെ ഒരു ചെറിയൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ടെന്ന് കരുതുക. അവിടെ ഒരു 10, 15, 20 പേര് ജോലി ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ശരിക്കും ഒരു നാടിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു സംഗതിയാണ് ഈ MSMEകൾ, ചെറിയ ചെറിയ കമ്പനികൾ. അപ്പോൾ ഇതാണ് ആ നാടിൻ്റെ ഗ്രോത്തിന് വളരെ ഇമ്പോർട്ടൻറ്റ്. കാരണം ഒരു വിഭാഗം ഭയങ്കര പണക്കാരായി നിൽക്കുന്നു, വേറൊരു വിഭാഗം ഡെയിലി ലൈഫിൽ സ്ട്രഗിൾ ചെയ്യുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ലാതിരിക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒന്നാണ് MSME. നമ്മുടെ ഈ നാട്ടിൽ ഇൻഈക്വാലിറ്റീനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ സഹായിക്കുന്ന ഒന്നാണ് ഇത്തരം ചെറിയ ചെറിയ സ്മോൾ യൂണിറ്റുകൾ. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം വലിയ കമ്പനികൾ വേണ്ട എന്നുള്ളതല്ല. പക്ഷേ ഈ ചെറിയ കമ്പനികൾ ഇത്തരം കുറേ പ്രോബ്ലംസ് അവിടെ സോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗവൺമെൻറ് ഈ വലിയ കമ്പനികൾക്ക് കൊടുക്കുന്ന പ്രാധാന്യം ഉണ്ടല്ലോ, അതുപോലെ ഈ ചെറിയ ചെറിയ കമ്പനികൾക്ക്, ചെറിയ ചെറിയ എൻ്റർപ്രൈസുകൾക്കൊക്കെ അതിൻ്റേതായ ഒരു വാല്യൂ കൊടുക്കണം. എന്നാലേ ഉള്ളൂ ആ നാട് വളരുള്ളൂ.